ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 23 പ്രഭാസിന്റെ ജന്മദിനമാണ്. നാളെ പ്രഭാസിന്റെ ഹനു രാഘവപ്പൊടി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഒരു പീരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ ഈ പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് നാളെ സിനിമയുടെ ടൈറ്റിൽ രാവിലെ 11:07 പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. പ്രഭാസിന്റെ ജന്മദിനം പ്രമാണിച്ച മറ്റ് സിനിമകളുടെയും അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നടൻ ജോജി ജോർജിന്റെ ജന്മദിനമായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം പ്രമാണിച്ച് 2 സിനിമകളുടെ പോസ്റ്റേഴ്സ് വന്നിരിക്കുന്നു. അതിലൊന്ന് വലതുവശത്തെ കള്ളൻ എന്ന ജിതു ജോസഫ് സിനിമയുടേതാണെങ്കിൽ മറ്റൊന്ന് വരവ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. ഷാജി കിലേഴ്സ് ആണ് സിനിമയുടെ സംവിധാനം. ഇന്ന് അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മമ്മൂട്ടി ചിത്രം കളങ്കാവലിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ വന്നിരിക്കുന്നു. ഒപ്പം സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് UA 16+ സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിരിക്കുന്നത്. കളങ്കാവൽ നവംബറിന്റെ അവസാന വാരം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പൃഥ്വിരാജ് അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമ ഐ നോബഡി എന്ന സിനിമയായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ഷൂട്ടിലെ പൃഥ്വിരാജിന്റെ രംഗങ്ങൾ ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി സിനിമയ്ക്ക് ഒരു ചെറിയൊരു ഷെഡ്യൂൾ ബ്രേക്ക് ആണ് എന്നും ഡിസംബറോടെ മാത്രമേ ഇനി പൃഥ്വിരാജ് സിനിമയിലേക്ക് ജോയിൻ ചെയ്യുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. ഡിസംബറിൽ തന്നെ പാക്കപ്പ് പ്രതീക്ഷിക്കുന്ന ഐ നോബഡി എന്ന സിനിമയ്ക്ക് മുന്നേ പൃഥ്വിരാജ് അന്യഭാഷാ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. 800 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ കാന്താര ചാപ്റ്റർ 1. ഇപ്പോഴത്തെ ഈ പാനന്തൻ ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഒരു ഭാഷയിൽ കൂടി റിലീസിനായിട്ട് ഒരുങ്ങുന്നു. സിനിമയുടെ ഇംഗ്ലീഷ് പതിപ്പ് വരുന്ന ഒക്ടോബർ 31 ലോകമെമ്പാടും തിയേറ്ററുകളിൽ റിലീസാകുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അവസാനത്തേത് DS ഇറെ എന്ന പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അടുത്തയാഴ്ച ഡിസംബർ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സിനിമയ്ക്ക് പ്രീമിയർ ഷോസ് ഉണ്ട് എന്നൊരു റിപ്പോർട്ട് ഇപ്പോഴത്തെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. വിദേശത്താണ് ആദ്യം പ്രീമിയർ ഷോസ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലും സിനിമയ്ക്ക് പ്രീമിയർ ഷോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡിസംബർ 30 വൈകിട്ട് മുതലാണ് സിനിമയുടെ പ്രീമിയർ ഷോസ് പ്ലാൻ ചെയ്യുന്നത്. വിദേശത്ത് ഗൾഫ് നാടുകളിൽ പ്രീമിയർ ഷോസിന്റെ ബുക്കിംഗും ആരംഭിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. വരുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സിനിമയുടെ കേരളത്തിലെ പ്രീമിയർ ഷോസിനെ കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് പുറത്തുവരും.